നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കാറിൽ പാൻ മസാല കടത്താൻ ശ്രമിച്ച കൊട്ടാരക്കര സ്വദേശികളായ മൂവർ സംഘത്തെ തെന്മല പോലീസ് പിടികൂടി. അച്ചൻകോവിൽ ഔട്ട് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെയാണ് വൻ പാൻ മസാല ശേഖരം പിടിച്ചെടുത്തത്. ജമ്മുകശ്മീരിൽ സൈനിക പരിശീലനത്തിനിടെ കുളത്തൂപ്പുഴ സ്വദേശിയായ സൈനികൻ കൊല്ലപ്പെട്ടു. ഭൌതിക ശരീരം ഞായറാഴ്ച നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ. കിഴക്കൻ മേഖലയിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. തമിഴ്നാട് സ്വദേശിയായ ഒരാളെ ഏരൂർ പോലീസ് പിടികൂടി. മുദ്രപത്രങ്ങളും പണവുമടക്കം നിരവധി രേഖകൾ പിടിച്ചെടുത്തു. തമിഴ്നാട്ടിൽ നിന്ന് കേസ് അന്വേഷണത്തിനെത്തിയ പോലീസുകാർ തെന്മലയിലെ ജീപ്പ് ഡ്രൈവറെ മർദ്ദിച്ചതായി ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീപ്പ് ഡ്രൈവർമാർ തെന്മല പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അച്ചൻകോവിൽ വഴി കൊട്ടാരക്കരയിലേക്ക് കാറിൽ പാൻ മസാല കടത്താൻ ശ്രമിച്ച മൂവർ സംഘത്തെ തെന്മല പോലീസ് പിടികൂടി. അച്ചൻകോവിൽ ഔട്ട് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെയാണ് പാൻ മസാല പിടികൂടിയത്. 5500 പാക്കറ്റ് പാൻ മസാല പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അച്ചൻകോവിൽ ചെങ്കോട്ട അതിർത്തിയിൽ 8 പോസ്റ്റ് സിപിഒമാരാണ് കാറിൽ പാൻ മസാല കടത്താൻ ശ്രമിച്ച കൊട്ടാരക്കര സ്വദേശികളായ മുഹമ്മദ് നജീബ്, രാകേഷ് കുമാർ, ബിജു എന്നിവരെ പിടികൂടിയത്. പിടിയിലായ പ്രതികളെ തെന്മല പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവരുടെ പക്കൽ നിന്നും 5500 പാക്കറ്റ് പാൻ മസാലയാണ് പിടിച്ചെടുത്തത്. യുവാക്കളാണ് പാൻ മസാല കടത്തുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. നിലവിൽ 5 രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും വാങ്ങുന്ന പാൻ മസാല പാക്കറ്റ് കേരളത്തിൽ 30 രൂപയ്ക്ക് മേലെയാണ് വിൽക്കുന്നത്. ഈ ലാഭമാണ് ചെറുപ്പക്കാരെ പാൻ മസാല കടത്താൻ പ്രേരിപ്പിക്കുന്നത്. ആഡംബര ജീവിതം നയിക്കാൻ കോളേജ് വിദ്യാർത്ഥികൾ ഈ സംഘത്തിൽ എത്തുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിലും പാൻ മസാലയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കടത്ത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. കിഴക്കൻ മേഖലയിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. തമിഴ്നാട് സ്വദേശിയായ ഒരാളെ ഏരൂർ പോലീസ് പിടികൂടി. മുദ്രപത്രങ്ങളും പണവുമടക്കം നിരവധി രേഖകൾ പിടിച്ചെടുത്തു. അമിത പലിശയ്ക്ക് പണം കടം നൽകി പൊതുജനങ്ങളെ വെട്ടിലാക്കുകയും ഇടപാടുകാരുടെ പണവും സ്വർണവും അപഹരിക്കുകയും ചെയ്യുന്ന സംഘങ്ങളെ പിടികൂടുന്നതിനായി പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ കുബേര കിഴക്കൻ മേഖലയിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച ഏരൂർ പോലീസ് നടത്തിയ റെയ്ഡിന്റെ ഭാഗമായി പിടിയിലായത് തമിഴ്നാട് സ്വദേശിയായ ഒരാളാണ്. ഏരൂർ ശ്രീഗോകുലത്തിലെ താമസക്കാരനും തമിഴ്നാട് സ്വദേശിയുമായ അൻപുമണിയാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റിലായ ഇയാളിൽ നിന്നും നിരവധി മുദ്രപത്രങ്ങളും പണവും കണ്ടെത്തിയതായി ഏരൂർ എസ്ഐ കെ ഷിജി ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇയാള് പത്രങ്ങളും ചെക്കും അതുപോലെ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് പൈസ അമിത പലിശയ്ക്ക് പണം കൊടുക്കുകയും അമിത പലിശ ഈടാക്കുന്നതായിട്ട് രഹസ്യ വിവരം കിട്ടുകയും അതനുസരിച്ച് ഞാനും അഡീഷണൽ GSC മണലേറിട്ട് ഈ അൻപുമണിയുടെ വീട് റെയ്ഡ് ചെയ്യും. 3 ചെക്കും 2 മുദ്രപത്രങ്ങളും വെള്ള പേപ്പറും അതുപോലെ തന്നെ പലിശ കൊടുത്ത് വാങ്ങിക്കുന്നതിൻ്റെ കണക്കിലെഴുതുന്ന നോട്ട്ബുക്കും 25,500 രൂപയും പിടിച്ചെടുക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജമ്മു കാശ്മീരിൽ സൈനിക പരിശീലനത്തിനിടെ മലയാളി സൈനികനടക്കം 7 പേർ മരിച്ചു. കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ട മലയാളി സൈനികൻ. ജമ്മു കാശ്മീരിലെ സിയാച്ചിനിൽ സൈനിക പരിശീലനത്തിനിടെ റോപ്പ് പൊട്ടിയാണ് കുളത്തൂപ്പുഴ സ്വദേശിയായ ജവാൻ കൊല്ലപ്പെട്ടത്. കുളത്തൂപ്പുഴ ചോഴിയക്കോട് ചന്ദ്രിക വിലാസത്തിൽ 30 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. അരുൺ ഉൾപ്പെടെ 7 പേർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. മൃതദേഹം ഞായറാഴ്ച ഉച്ചയോടെ നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കലയാണ് മരിച്ച അരുണിന്റെ ഭാര്യ. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. തമിഴ്നാട്ടിൽ നിന്ന് കേസ് അന്വേഷണത്തിനെത്തിയ പോലീസുകാർ തെന്മലയിലെ ജീപ്പ് ഡ്രൈവറെ മർദ്ദിച്ചതായി ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീപ്പ് ഡ്രൈവർമാർ തെന്മല പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചു. കേസന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നും എത്തിയ പോലീസുകാർ തെന്മലയിലെ ജീപ്പ് ഡ്രൈവറെ മർദ്ദിച്ചെന്നാരോപിച്ചാണ് ഡ്രൈവർമാർ പ്രതിഷേധവുമായി തെന്മല പോലീസ് സ്റ്റേഷനിലെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംഭവം. മാൻ മിസ്സിംഗ് കേസുമായി തെന്മലയിലെത്തിയ വിരുദനഗർ സ്റ്റേഷനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ തെന്മലയിലെത്തിയിരുന്നു. കാണാതായ ആളെ കണ്ടെത്തുന്നതിനായി അമ്പനാട്ടയ്ക്ക് പോകുവാനായി ഇവർ തെന്മല സ്റ്റാൻഡിലെ ഒരു ജീപ്പ് ഓട്ടം വിളിച്ചു. എന്നാൽ മല കയറാൻ ജീപ്പ് കിട്ടില്ലെന്ന കാരണം പറഞ്ഞ് ജീപ്പ് ഡ്രൈവർമാർ ഒഴിഞ്ഞുമാറി. തുടർന്ന് കുളത്തൂപ്പുഴ സ്റ്റാൻഡിലെ ജീപ്പ് വിളിച്ചു പോകാൻ ശ്രമിച്ചു. എന്നാൽ തെന്മലയിലെ തന്നെ ജീപ്പ് വിളിക്കണമെന്ന് തെന്മല സ്റ്റാൻഡിലെ ജീപ്പ് ഡ്രൈവർ ശങ്കർ പോലീസുകാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് വകവയ്ക്കാതെ പോലീസ് മുന്നോട്ട് പോയപ്പോൾ ഇത് തടയുമെന്ന് ശങ്കർ മുന്നറിയിപ്പ് നൽകി. ഇതിൽ ക്ഷുഭിതരായ തമിഴ്നാട് പോലീസ് ശങ്കറിനെ തെന്മല സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മുഖത്തടിച്ചെന്നാണ് ആരോപണം. തെന്മല പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളിന് മുന്നിൽ വെച്ചാണ് ശങ്കറിനെ അകാരണമായി മർദ്ദിച്ചതെന്ന് ജീപ്പ് ഡ്രൈവർമാർ പറയുന്നു. വണ്ടി തടയോ, എന്നെ എന്തിനാ നീ അപമാനിച്ചെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാൽ തമിഴ്നാട് പോലീസ് തന്നെ എന്തോന്നും പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾ അന്വേഷണത്തിന് വന്നതാ. നീ വണ്ടി എന്തിനാ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വണ്ടി എന്തിനാ തടയാൻ പോയത്? ഇത് കണക്ക് നിങ്ങൾ എന്തിനാ എന്നെ കളിയാക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് വന്നത് അതുകൊണ്ട് എന്നെ കളിയാക്കിയതുകൊണ്ട്
വിളിച്ചോണ്ട് പോയി എന്നെ അടിച്ചു. കൂടാതെ ഇയാൾക്കെതിരെ പെറ്റി കേസും ചാർജ് ചെയ്തു. തുടർന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ച പോലീസുകാരോട് സംഭവത്തിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർമാർ പ്രതിഷേധമുയർത്തി. ഇതോടെ വാക്കുതർക്കം തെന്മല പോലീസ് സ്റ്റേഷനിലെത്തി. തുടർന്ന് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർമാർ പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തെന്മല. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അഞ്ചൽ പുനലൂർ മേഖലാ സമിതികളുടെ നേതൃത്വത്തിൽ ചടയമംഗലത്ത് സംയുക്ത കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഞ്ചൽ പുനലൂർ മേഖലാ സമിതികളുടെ സംയുക്ത കുടുംബ സംഗമമാണ് ശനിയാഴ്ച ചടയമംഗലം മംഗലത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സും അവരുടെ കുടുംബാംഗങ്ങളുമായി നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിന്റെ തൊഴിൽ 2015 നഷ്ടമാകുമെന്നും സ്വകാര്യ കമ്പനികൾ കോടികൾ മുടക്കി ഈ രംഗത്തേക്ക് കടന്നുവരികയാണെന്നും ബിനു ശിവദാസ് അഭിപ്രായപ്പെട്ടു. ഏറ്റവും അടുത്ത മാസങ്ങളിൽ തന്നെ നമ്മളിപ്പോൾ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്ന വരുമാന മാർഗമായിട്ടുള്ള കേബിൾ ടിവി നമ്മളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ പോകും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രൂക്ഷമായി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു ഉപജീവന മാർഗം എന്ന കണക്കെ കണ്ടെത്തിയ ഒരു വ്യവസായമാണ് കേബിൾ ടിവി. ഈ വ്യവസായത്തിന് ഇന്നിപ്പോ എന്താ സ്ഥിതി? 2014 വന്ന് നിൽക്കുമ്പോൾ ഈ വ്യവസായത്തിലേക്ക് കോടികൾ മുടക്കി. ഈ കൊച്ചു കേരളത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ ഈ വ്യവസായത്തിലേക്ക് മുടക്കി. ഈ വ്യവസായത്തിലേക്ക് വരാൻ നിൽക്കുന്ന വൻകിട കമ്പനികൾ, അത് ഇന്ത്യയിലെ ആണെങ്കിലും പുറം ലോകങ്ങളിലെ ആണെങ്കിലും ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന വൻകിട കമ്പനികൾ ഉൾപ്പെടെ, റിലയൻസ് ഉൾപ്പെടെ, ഇവിടുത്തെ ടാറ്റാ സ്കൈ, നിങ്ങൾക്കറിയാവുന്ന വീഡിയോകോൺ, സണ്ണ് അടക്കമുള്ള DTH പ്ലാറ്റ്ഫോമുകളും അതുപോലെ ഈ കേബിൾ വ്യവസായത്തിലേക്ക് കോടികൾ മുതൽ മുടക്കി. ഞങ്ങൾ 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും മുതൽ മുടക്കിയ ഈ വ്യവസായത്തിലേക്ക് ഇന്ന് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഈ വ്യവസായം പരിപൂർണമായും അവരുടെ കൺട്രോളിലാക്കാൻ വരുന്നവരാണ് ഈ 2014 എന്ന് പറയുന്ന കാലഘട്ടം. അസോസിയേഷൻ അഞ്ചൽ മേഖലാ പ്രസിഡന്റ് സുരേഷ് കരയം അധ്യക്ഷനായി. അസോസിയേഷൻ പുനലൂർ മേഖലാ സെക്രട്ടറി അജികുമാർ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് അനിലാൽ, സെക്രട്ടറി വിജയകുമാർ, KCCL ഡയറക്ടർ സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു D, ജില്ലാ ട്രഷറർ സാജൻ, ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രൻ പടിപ്പുര തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കടയ്ക്കൽ കേന്ദ്രീകരിച്ച് കോടതി വേണമെന്ന നീണ്ട നാളത്തെ ആവശ്യത്തിന് സാക്ഷാത്കാരമായി. 2 മാസത്തിനുള്ളിൽ താൽക്കാലിക കോടതി കടയ്ക്കലിൽ പ്രവർത്തനം തുടങ്ങും. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കടയ്ക്കലിൽ കോടതി എന്ന ആവശ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്. 2004 ഗ്രാമ ന്യായാലയ പദ്ധതി പ്രകാരം 31ാമത് സ്ഥാനത്തായിരുന്നു കടയ്ക്കൽ. എന്നാൽ ഈ പദ്ധതി നടപ്പിലായില്ല. 2007 ഗ്രാമപഞ്ചായത്ത് കോടതിക്ക് വേണ്ടി പട്ടണമധ്യത്തിൽ 50 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമത്തിന്റെ ഫലമായാണ് കോടതി അനുവദിച്ചത്. 3 വർഷത്തെ കാലാവധിയിൽ താൽക്കാലിക കോടതിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ കോടതിക്ക് വേണ്ടി തളിയിൽ ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിംഗാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2 മാസത്തിനകം കോടതി തുടങ്ങാനാകുമെന്ന് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലത ലൈവ് വാർത്തയോട് പറഞ്ഞു. 2004 കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന് ഗ്രാമ ന്യായാലയം അനുവദിച്ചത്. കേരളത്തിലാകെ 31 ഗ്രാമ ന്യായാലയങ്ങൾ ആരംഭിച്ചത് 31ാമതാണ് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ടുള്ള അനുവദിച്ചത്. അതനുസരിച്ച് 2006 തന്നെ 50 സെന്റ് വസ്തു ഈ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടി കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ അന്ന് നിലവിലുണ്ടായിരുന്ന ഭരണസമിതി വാങ്ങുകയും അത് ഹൈക്കോടതി രജിസ്ട്രാറുടെ പേരിൽ രജിസ്റ്റർ ആക്കപ്പെട്ടിട്ടുള്ളതാണ്. തുടർന്ന് നാളിതുവരെയും ഈ ഗ്രാമ ന്യായാലയങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇടയ്ക്ക് ബ്ലോക്ക് ആസ്ഥാനത്ത് തന്നെ ഇത് ആരംഭിക്കണം എന്നുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടായി. ഇപ്പോൾ നമുക്ക് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ള അത് ടെമ്പററി മജിസ്ട്രേറ്റ് കോർട്ടാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ് നമുക്ക് മുൻപ് ഗ്രാമന്യായാലയ തുടങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കൂടി ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മജിസ്ട്രേറ്റ് കോർട്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണത്തിനായി സമരങ്ങൾ നടക്കുമ്പോഴും പാലം കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങുന്നു.
വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ പാലത്തിന്റെ കൽത്തൂണിന് ബലക്ഷയ ഭീഷണി ഉണ്ടാക്കുകയാണ്. കാലത്തെ അതിജീവിച്ച ചരിത്രപ്രസിദ്ധമായ തൂക്കുപാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുണ്ടാക്കുന്നതിൽ പുനലൂരിലെ വാട്ടർ അതോറിറ്റിയുടെ പങ്ക് തള്ളിക്കളയാനാവില്ല. ഇതുവഴി കടന്നുപോകുന്ന കൂറ്റൻ പൈപ്പ് ലൈനിലെ തകർച്ച കാരണം സംരക്ഷിത സ്മാരകത്തിന്റെ അടിസ്ഥാനമിളകുന്ന അവസ്ഥയാണ്. തൂക്കുപാലത്തിന്റെ കൽത്തൂണിന്റെയും പാലത്തിന്റെ ചങ്ങലകൾ ബന്ധിച്ചിരിക്കുന്ന കിണറിന്റെയും സമീപത്തുകൂടി കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊഴുകുന്നതിനാൽ തൂണിന്റെ കൽക്കെട്ടുകൾക്ക് ബലക്ഷയം നേരിടുകയാണ്. കഴിഞ്ഞ 6 മാസം മുൻപ് പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. നിരവധി തവണ തൂക്കുപാല സംരക്ഷണ സമിതിയും പൊതുപ്രവർത്തകരും വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകിയിട്ടും പൈപ്പ് പൊട്ടിയത് നന്നാക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടേയില്ല. ഇതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ഈ തൂക്കുപാലത്തിന്റെ വലത് സൈഡിന്റെ തൂണിനോട് ചേർന്ന് 1.5 വർഷക്കാലമായി പൊട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ അതിനെക്കുറിച്ചൊന്ന് പറയുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരെ വന്ന് കാണിക്കുകയും ചെയ്തതാണ്. ഇത് പൊട്ടിക്കിടക്കാനായിട്ട് 1.5 വർഷമായി ഇതിന്റെ തൂക്കുപാലത്തിന്റെ ഒരു സൈഡ് മൊത്തം തറയിലേക്ക് പതിക്കുന്ന രീതിയിലായിട്ടും പുനലൂരിലെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇന്ന് വരെ അതിനുവേണ്ടി ഒരു നടപടിയെടുക്കുവാനോ ഈ ഭാഗത്ത് വന്നത് തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ല. പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ തടസ്സമായി നിൽക്കുന്നത് കരാറുകാർ വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണെന്നും പൈപ്പ് പൊട്ടിയിട്ട് 3 മാസമാകുന്നുവെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ മേരി ചെറിയാൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ തൊട്ട് കംപ്ലൈന്റ് വെച്ചിട്ട് വരുന്നുണ്ട്, സ്ഥിരമായി വരുന്ന കംപ്ലൈന്റാണ്. നമ്മൾ വർക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് മേളിലോട്ട് റിപ്പോർട്ട് ചെയ്തു. മേളിൽ പല പ്രാവശ്യം അറേഞ്ച് ചെയ്താണ്, പക്ഷെ വർക്ക് ആരും എടുത്തില്ല. കോൺട്രാക്ടേഴ്സിന് ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് കിട്ടാനുള്ളത് കൊണ്ട് പൊതുവെ വർക്ക് എടുക്കുന്നില്ല. നമ്മളവിടെ ഒരു വാൽവ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് കുറയാൻ വേണ്ടി അവിടെ ഒരു വാൽവ് വെച്ച് ക്ലോസ് ചെയ്തു. പക്ഷേ വാൽവ് ശരിക്കും അടയാത്തത് കൊണ്ട് കുറേ കൂടി വെള്ളം പോകുന്നുണ്ട്. നമുക്കവിടെ ആ ലൈനങ്ങ് ഡിസ്കാർഡ് ചെയ്യാനായിട്ട് ഒരു ഡമ്മി പ്ലേറ്റ് ഇട്ട് അടയ്ക്കണം. ആ വർക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വർക്ക് അത് എടുക്കാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. കരാറുകാർ ജോലി ഏറ്റെടുക്കുന്ന മുറയ്ക്ക് അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ ലൈവ് വാർത്തയോട് പറഞ്ഞു. അറേഞ്ച് ചെയ്തിപ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ വലിയതായിട്ട് വന്നെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ പലരോട് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും എടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. ആശുപത്രി വളപ്പിൽ മാലിന്യം കുന്നുകൂടിയതോടെ യുവജന സംഘടനകൾ സമരത്തിനൊരുങ്ങുകയാണ്. ആശുപത്രിയിലെ പേവാർഡിന് സമീപം സെപ്റ്റിക് ടാങ്കുകളിലെ മലിനജലം പുറത്തേക്കൊഴുകുന്നത് ഗുരുതരമായ ആരോഗ്യ ഭീഷണി ഉയർത്തുകയാണ്. ഇതിനോട് ചേർന്നു തന്നെയാണ് ആശുപത്രിയിലെ പ്രധാന കുടിവെള്ള സംഭരണികൾ സ്ഥാപിച്ചിരിക്കുന്നത്. മലിനജലം ഓടയിലേക്ക് ഒലിച്ചിറങ്ങി കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് പുഴുവരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ നിന്നും മലിനജലം സമീപത്തെ തോട്ടിലേക്കാണ് ഒഴുകിയെത്തുന്നത്. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളെയും ഇത് മലിനമാക്കുന്നുണ്ട്. ആശുപത്രി വളപ്പിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിനും സംസ്കരണത്തിനും ഒരു മാർഗവും ആശുപത്രിയിലില്ല. മോർച്ചറിക്ക് പിന്നിലായി കുന്നുകൂടുന്ന മാലിന്യങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇളക്കിമറിച്ച് മണ്ണിട്ട് മൂടുകയോ കത്തിക്കുകയോ ആണ് പതിവ്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് ഇൻസിനറേറ്ററോ ചെറുകിട സംസ്കരണ പ്ലാന്റോ ഇവിടെയില്ല. മഴക്കാലമാകുന്നതോടെ വലിയ തോതിലുള്ള ദുർഗന്ധത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാലിന്യക്കൂമ്പാരം കാരണമാകും. ഉപയോഗശേഷമുള്ള സിറിഞ്ചുകളും സൂചികളും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും വഴിനീളെ ചിതറിക്കിടക്കുന്ന അവസ്ഥയാണ്. മോർച്ചറി കെട്ടിടത്തിന് സമീപത്തായി ഇഞ്ചക്ഷൻ മരുന്ന് കുപ്പികൾ പോളിത്തീൻ കവറിലും ബക്കറ്റിലുമായി നിറച്ചുവച്ചിരിക്കുന്നു. ആശുപത്രിക്ക് പിന്നിലെ മാലിന്യക്കൂമ്പാരത്തിന് സമീപമായാണ് കുട്ടികളുടെ വസ്ത്രങ്ങൾ ഉണക്കുന്നത്. ആശുപത്രിയിലെ ശുചിത്വമില്ലായ്മയാണ് രോഗികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ശുചീകരണത്തിനായി 8 ജീവനക്കാർ വേണ്ടിടത്ത് ഇപ്പോൾ 3 പേരെ നിലവിലുള്ളൂ. കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ ആശുപത്രി മാനേജ്മെന്റ് സമിതിയുടെ തീരുമാനമുണ്ടായെങ്കിലും ഇതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ആശുപത്രിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് വിവിധ യുവജന സംഘടനകൾ സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. 72-ാം വയസ്സിലും തയ്യൽ മെഷീൻ റിപ്പയറിംഗ് നടത്തി തൊഴിൽ രംഗത്ത് സജീവമാവുകയാണ് തെന്മല സ്വദേശിയായ KG കുട്ടൻപിള്ള. 40 വർഷത്തെ സേവനമാണ് വാർദ്ധക്യകാലത്തും ഇദ്ദേഹം തുടർന്നു പോകുന്നത്. ഇത് തെന്മല ചരിവിളപ്പുത്തൻ വീട്ടിൽ KG കുട്ടൻപിള്ള. തൊഴിൽ തയ്യൽ മെഷീൻ റിപ്പയറിംഗ്. നീണ്ട 40 വർഷക്കാലം തയ്യൽക്കാരനായിരുന്ന കുട്ടൻപിള്ള 72-ാം വയസ്സിലും തന്റെ അന്നം അധ്വാനിച്ചുണ്ടാക്കുന്നു. തയ്യൽ ജോലി നിർത്തിയ ഇദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലമായി തയ്യൽ മെഷീൻ മെക്കാനിക്കാണ്. അധികമാരുമില്ലാത്ത മേഖലയിൽ കുട്ടൻപിള്ളയെ ജില്ലയിലെ മിക്ക തയ്യൽ കടക്കാരും അറിയും. പഴയ ചവിട്ട് മെഷീൻ മുതൽ പുതിയ ഹാൻഡ് മെഷീൻ വരെ കുട്ടൻപിള്ള സർവീസ് ചെയ്യും. പഴയ മെഷീനും പുതിയ മെഷീനും എല്ലാം സർവീസ് ചെയ്യും ഞാൻ. അമ്പല്ലായോ സാധാ മെഷീനോ ഏത് വേണമെങ്കിലും ഞാൻ പണിയും. ജിറ്റാക്ക് മെഷീൻ ഓവർലോക്ക് എല്ലാം കൈ മെഷീന് അതും പണിയും.
പുനലൂർ, കൊട്ടാരക്കര, കൊല്ലം, കടയ്ക്കൽ എന്നിങ്ങനെ കുട്ടൻപിള്ള ഇന്നും ഏതു സ്ഥലത്തും ആവശ്യക്കാർ വിളിച്ചാൽ പറന്നെത്താൻ തയ്യാറാണ്. പല സ്ഥലങ്ങളിൽ കൊല്ലം, കൊട്ടാരക്കര, കുഴിമതിക്കാട്, കുണ്ടറ ആ ഭാഗങ്ങളെല്ലാം പോയി. പിന്നെ ഇവിടെ ഉറുവുന്ന വല്ലൂര്, അങ്ങോട്ട് മടത്തറ, ചോഴിക്കോട്, കൊല്ലായി അവിടെ എല്ലാം പോയി. 72-ാം വയസ്സിലും കാഴ്ചശക്തിയാണ് പിള്ളയുടെ ശക്തി. പത്രം വായിക്കാനും സൂചിയും നൂലും കോർക്കാനും പിള്ളയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. മദ്യപാനം ഇല്ലാത്തതാണ് തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒരുക്കാം, പേപ്പർ വായിക്കാം, ഒരു കുഴപ്പമില്ല. കാഴ്ചയുണ്ട്. ചെറിയ സൂചിയിൽ വരെ കുരുക്കാം, ഒരു കുഴപ്പമില്ല. കാഴ്ചയുണ്ട്. പിന്നെ തയ്യൽ മെഷീന്റെ വർക്കാണ് എനിക്കുള്ളത്. മദ്യപാനം എനിക്കില്ല. ദേവേശം പോലും കഴിക്കത്തില്ല. ആര് വിളിച്ചാലും ഞാൻ പോകത്തുമില്ല. വീടിന്റെ മുൻവശത്ത് തയ്യൽ മെഷീൻ റിപ്പയറിംഗ് എന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. റിപ്പയറിംഗിന് 500 രൂപ കൂലി ആവശ്യപ്പെടുമെങ്കിലും പലരും 300-ഉം 200-ഉം രൂപ നൽകും. സ്കൂൾ തുറന്നതിനു ശേഷമുള്ള സീസൺ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ 72-കാരൻ. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. പുനലൂർ ചെമ്മന്തൂരിലെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ മേയാൻ വിട്ട ആടിനെ തെരുവുനായകൾ ആക്രമിച്ചു. ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്റ്റേഡിയം, മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം കൂടുതൽ രൂക്ഷമായത്. ശനിയാഴ്ച വൈകിട്ട് ചെമ്മന്തൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ മേഞ്ഞു നടന്ന ആടിനെ തെരുവുനായകൾ കൂട്ടത്തോടെ ആക്രമിച്ചിരുന്നു. കടിയേറ്റ് അവശനിലയിലായ ആടിനെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും സമീപവാസികൾ ചേർന്ന് രക്ഷപ്പെടുത്തി. പുനലൂർ മാർക്കറ്റിലെ അറവുശാലകൾ മാലിന്യ പ്രശ്നത്താൽ അടച്ചിട്ടതും ഇതുമൂലം വാർഡുകൾ കേന്ദ്രീകരിച്ച് അറവ് നടക്കുന്നതും തെരുവുനായ ശല്യം രൂക്ഷമാകാൻ ഇടയാക്കിയിട്ടുണ്ട്. തെരുവുനായകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആടിനെ സമീപത്തെ വ്യാപാരികളും യുവാക്കളും ചേർന്ന് മൃഗാശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കി. പരിക്കേറ്റ ആടിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരമുണ്ടാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോൺഗ്രസ് പാളയത്തിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് എത്തിയ പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥി ഫിലിപ്പോസ് തോമസ് CPM വേദികളിൽ സജീവമാകുന്നു. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. ദീർഘകാലത്തെ കോൺഗ്രസ് ബന്ധം വിട്ട് ഇടതു സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ മത്സരിച്ച മുൻ DCC പ്രസിഡന്റ് ഫിലിപ്പോസ് തോമസ് CPM വേദികളിൽ സജീവമായി തുടങ്ങി. ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം ഉൾപ്പെടെയുള്ള ജനകീയ സമരങ്ങളിൽ ഫിലിപ്പോസ് തോമസിനെ മുൻനിർത്തി പോരാട്ടം ശക്തിപ്പെടുത്താനാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. റബ്ബർ വിലയുടെ തകർച്ചയ്ക്കെതിരെ CPM നേതൃത്വത്തിൽ 24-ാം തീയതി മുതൽ പത്തനംതിട്ട ജില്ലയിൽ നടക്കാൻ പോകുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് നായകത്വം നൽകുന്നത് ഫിലിപ്പോസ് തോമസാണ്. CPMന്റെ പോഷക സംഘടനകളായ കർഷക സംഘം അടക്കമുള്ള സംഘടനകളിലൂടെ അദ്ദേഹത്തെ മുഖ്യധാരയിൽ എത്തിക്കാനാണ് CPM ലക്ഷ്യമിടുന്നതെന്നാണ് വിവരങ്ങൾ. ലോയേഴ്സ് യൂണിയന്റെ തലപ്പത്തേക്കും അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. CPM സഹയാത്രികനായി തുടരാനാണ് താൽപര്യമെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ അറിയിച്ചു കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും എതിരാളികളിൽ അമ്പരപ്പ് സൃഷ്ടിക്കാനും മുൻതവണത്തെ ഭൂരിപക്ഷം പകുതിയിലേറെ കുറയ്ക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. LDFന് കിട്ടേണ്ട വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതായാണ് പരാജയ കാരണമായി CPM നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത ദിവസം ചേരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ LDF സ്വതന്ത്രനായ അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസിന്റെ പരാജയ കാരണം വിലയിരുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാന മന്ദിരം തകർച്ചാ ഭീഷണി നേരിടുന്നു. കെട്ടിട ഭാഗങ്ങൾ ദ്രവിച്ച് നിലം പൊത്തുമെന്ന അവസ്ഥയിലാണ്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി കയറിയിറങ്ങുന്ന കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്തിലെ കെട്ടിട സമുച്ചയത്തിനാണ് ഇത്രയധികം തകർച്ച നേരിടുന്നത്. 3 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ പഞ്ചായത്ത് ഓഫീസും ക്ലറിക്കൽ സെക്ഷനും പ്രവർത്തിക്കുന്നുണ്ട്. 2ാമത്തെ നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസും കോൺഫറൻസ് ഹാളുമാണുള്ളത്. 3ാമത്തെ നില ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസിന്റെ മുകൾ വശത്തെ ഷെയ്ഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ഇളകി കമ്പികൾ പുറത്തു കാണുന്ന തരത്തിലാണ്. മഴവെള്ളവും പായലും പിടിച്ച് കെട്ടിടം നാമാവശേഷമാവുകയാണ്. ആൽമരങ്ങളും വിവിധ തരത്തിലുള്ള ചെടികളും കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികളിൽ വളർന്നു നിൽക്കുന്നുണ്ട്. വികസന കാര്യങ്ങളും നിർമ്മാണ പദ്ധതികളും ആവിഷ്കരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പഞ്ചായത്ത് ആസ്ഥാനത്തിനാണ് ഈ ദുർഗതി. പഞ്ചായത്ത് ഓഫീസിന് പിറകുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന താൽക്കാലിക പാർക്കിംഗ് ഷെഡിന്റെ മേൽക്കൂരയും താമസിയാതെ നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാന ഓഫീസിന്റെ ദുരവസ്ഥ നേരിൽ കാണുന്നവർക്ക് പഞ്ചായത്തിന്റെ മൊത്തം വികസനത്തെക്കുറിച്ച് വിലയിരുത്താനാവുമെന്നാണ് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധി ജേക്കബ് വർഗീസ് വടക്കടത്താണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് വികസന സമിതി യോഗങ്ങളും അവലോകന യോഗങ്ങളും രഹസ്യമായി നടത്തുന്ന പഞ്ചായത്ത് ഭരണാധികാരികൾ കണ്ണടച്ച് ഈട്ടാക്കുന്ന പ്രവർത്തന ശൈലിയാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അറിവും ആനന്ദവും പകർന്ന് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനയാത്ര പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ഫീൽഡ് വിസിറ്റ് സംഘടിപ്പിച്ചത്.
പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊട്ടാരക്കര ഡയറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കടയ്ക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. 3 ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ബോധവൽക്കരണ സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിച്ചു. ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിവിധതരം സസ്യജാലങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിവരങ്ങൾ റിസോഴ്സ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് വിവരിച്ചു നൽകി. വിവിധതരം മുളകൾ, ഔഷധ സസ്യങ്ങൾ, വിവിധ ഫലവൃക്ഷങ്ങൾ, അപൂർവ ഇനം കള്ളിമുൾച്ചെടികൾ എന്നിവയുടെ വിവരങ്ങൾ വിദ്യാർത്ഥികളും ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കടയ്ക്കൽ ടൗൺ ഹാളിൽ നടക്കുന്ന സൽക്കാര ചടങ്ങുകളുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ റോഡിൽ തള്ളുന്നത് പതിവായി. പൊതുസ്ഥലത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് സമീപവാസികൾക്കും യാത്രക്കാർക്കും ദുരിതമുണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം കടയ്ക്കൽ ടൗൺ ഹാളിന് സമീപത്തെ വിവാഹ സൽക്കാരം കഴിഞ്ഞ ബാക്കി വന്ന ഭക്ഷണവസ്തുക്കളും കറിയുമാണ് സമീപത്തെ റോഡിൽ ഒഴുക്കിവിട്ടത്. ശേഷിക്കുന്ന ആഹാര സാധനങ്ങൾ തിരികെ കൊണ്ടുപോകണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകാറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല. കിളിമരത്തുകാവ് ക്ഷേത്രത്തിന് സമീപത്തെ റോഡിലാണ് ബാക്കി വന്ന കറികൾ ഒഴുക്കിവിട്ടത്. വളരെ ഇടുങ്ങിയ റോഡാണിത്. സമീപത്തായി സർക്കാർ ആയുർവേദ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. കാൽനടയാത്ര പോലും ദുഷ്കരമാകുന്ന രീതിയിലാണ് ഇവിടെ ആഹാര സാധനങ്ങൾ വലിച്ചെറിയുന്നത്. ടൗൺ ഹാളിന്റെ ക്ലീനിംഗ് തൊഴിലാളികൾക്ക് വേതനം കുറവാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ജൈവവൈവിധ്യ ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംയോജിത നീർത്തട പരിപാലന പദ്ധതിയുടെയും അന്താരാഷ്ട്ര ഭൌമ സംരക്ഷണ മാസാചരണത്തിന്റെയും ഭാഗമായി ജൈവവൈവിധ്യ ദിനത്തിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. പത്തനാപുരം മൌണ്ട് താബോർ ഗേൾസ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ ആവശ്യകത വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചതെന്ന് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സൌമ്യ ഗോപാലകൃഷ്ണൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ദിവസം ആഹ്ലാദ ദിനമായി ആഘോഷിക്കുമെന്ന് ബിജെപി പത്തനാപുരം നിയോജക മണ്ഡലം നേതാക്കൾ അറിയിച്ചു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന 26-ന് ബിജെപി പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി വിജയാഹ്ലാദ ദിനമായി ആചരിക്കുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടായി അറിയിച്ചു. തിളക്കമാർന്ന വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് പത്തനാപുരം TB ജംഗ്ഷനിൽ നിന്നും ബിജെപി പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വിവിധ പരിവാര പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ പ്രയത്നത്താലുമുള്ള ഏതാണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു ശക്തി പ്രകടനം TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കല്ലുംകടവിൽ കൂടി പത്തനാപുരം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിക്കുകയാണ്. സമാപിച്ചു കഴിയുമ്പോൾ ബിജെപിയുടെ നേതൃത്വത്തിൽ ഏകദേശം 3000-ഓളം കാവി നിറത്തിലുള്ള ലഡു ആഘോഷ സൂചകമായി ബിജെപി വിതരണം ചെയ്യും. അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ PM വേലായുധൻ ആ വലിയ ജനസാഗരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പത്തനാപുരത്ത് സംസാരിക്കും. വിളംബര ജാഥകൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, ലഡു വിതരണം, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, പൊതുസമ്മേളനം തുടങ്ങി നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. കൂടാതെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പ്രത്യേക വഴിപാടുകളും പൂജകളും പായസ വിതരണവും നടക്കും. ബിജെപിക്കൊപ്പം സംഘപരിവാർ സംഘടനകളും ആഘോഷ പരിപാടികളിൽ അണിനിരക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാറിൽ പാൻ മസാല കടത്താൻ ശ്രമിച്ച കൊട്ടാരക്കര സ്വദേശികളായ 3 സംഘത്തെ തെന്മല പോലീസ് പിടികൂടി. അച്ചൻകോവിൽ ഔട്ട് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെയാണ് വൻ പാൻ മസാല ശേഖരം പിടിച്ചെടുത്തത്. ജമ്മുകശ്മീരിൽ സൈനിക പരിശീലനത്തിനിടെ കുളത്തൂപ്പുഴ സ്വദേശിയായ സൈനികൻ കൊല്ലപ്പെട്ടു. ഭൌതിക ശരീരം ഞായറാഴ്ച നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ. കിഴക്കൻ മേഖലയിൽ ഓപ്പറേഷൻ കുബേര തുടരുന്നു. തമിഴ്നാട് സ്വദേശിയായ ഒരാളെ ഏരൂർ പോലീസ് പിടികൂടി. മുദ്രപത്രങ്ങളും പണവുമടക്കം നിരവധി രേഖകൾ പിടിച്ചെടുത്തു. തമിഴ്നാട്ടിൽ നിന്ന് കേസ് അന്വേഷണത്തിനെത്തിയ പോലീസുകാർ തെന്മലയിലെ ജീപ്പ് ഡ്രൈവറെ മർദ്ദിച്ചതായി ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീപ്പ് ഡ്രൈവർമാർ തെന്മല പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.